തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് പിന്നിൽ ആരോപണം നേരിടുന്ന എടപ്പാൾ സ്വദേശി സുഗാന്തിന്റെ വീട്ടിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച. ആരോപണത്തെ തുടർന്ന് സുഗാന്തിന്റെ കുടുംബം സ്ഥലത്തു നിന്നും മാറി നിന്നതോടെ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രം. ആത്മഹത്യാ വാർത്ത പുറത്തുവന്ന ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല. മാർച്ച് 28-നാണ് പേട്ടേർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിൽ IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എടപ്പാൾ ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട്. വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ്. ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടേക്കാവാം ഇവർ പോയിട്ടുണ്ടാകുക എന്നതിനെക്കുറിച്ച് ആർക്കും ധാരണകളൊന്നുമില്ല. സുഗാന്തിന്റെ അച്ഛൻ ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ അധ്യാപികയായിരുന്നു. സുഗാന്ത് ഏക മകനാണ്. മികച്ച സാമ്പത്തിക നിലയിലുള്ള കുടുംബത്തിന് വിവിധയിടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. സുഗാന്തിന്റെ അച്ഛൻ ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്ന് പശുക്കളുടെ വലിയ കരച്ചിൽ കേട്ട് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ അയൽവാസികൾ ശ്രമിച്ചെങ്കിലും മതിലിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. തൊഴുത്തിൽ 8 പശുക്കൾ, റോഡ് വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ, ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവ വീട്ടുവളപ്പിലുണ്ട്. പുരയിടത്തിന്റെ അതിരിലെ ഇടുക്കുവഴിയിലൂടെ കടന്നുകയറി അയൽവാസികളായ അലി, ഇബ്രാഹിം, ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായ്ക്ക് ചോറും മറ്റും നൽകി. എന്നാൽ പോലീസ് എത്തി വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചതോടെ അയൽവാസികൾ ആശങ്കയിലായി. വലിയ അടുപ്പമൊന്നുമില്ലാത്ത കുടുംബത്തെക്കുറിച്ച് ഒന്നും പറയാൻ അയൽവാസികൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്ന ആശങ്കയായതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ES സുകുമാരനെ അറിയിക്കുകയും അദ്ദേഹം എത്തി നായ്ക്ക് തീറ്റയും പശുക്കൾക്ക് കാലിത്തീറ്റയും മറ്റും സാധനങ്ങളും വാങ്ങി നൽകുകയായിരുന്നു. 10 ദിവസമായിട്ട് ഇവിടുത്തെ വീട്ടിൽ ആരും ഇവിടെ സ്ഥലത്തില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ 8ഓളം വരുന്ന പശുക്കളും അതുപോലെ നായ, കോഴികൾ ഒക്കെ ഭയങ്കര പ്രയാസത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അടുത്തുള്ള കുറച്ച് ആൾക്കാർ അതിനുള്ള ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഇടപെടലും അതെന്താണോ എന്നുള്ള ഒരു ചോദ്യം വന്നതോടുകൂട്ടാണ് പിന്നെ അവർ അടിയന്തരമായിട്ട് വാർഡ് മെമ്പറിനെ അറിയിക്കുകയും അപ്പോൾ തന്നെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവരികയും കൊടുക്കുന്നത്. ഇപ്പോൾ എന്താ വിഷയം വെച്ചാൽ ഇലക്ട്രിസിറ്റി ആ വീട്ടിലെ കറണ്ട് കട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒരു പ്രയാസമായിരിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം അടുത്തുള്ള ഭാഗത്തു നിന്നൊക്കെ തുറന്നിട്ട് വേണം ഇവർക്ക് പശുവിനൊക്കെ വെള്ളം കൊടുക്കണമെങ്കിൽ എന്നൊരവസ്ഥ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ അതിനൊരു സഹായം കൂടി ചെയ്ത് അതുകൂടി പുനഃസ്ഥാപിക്കാനുള്ള താൽക്കാലികമായിട്ടും സംവിധാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് ഇവരുടെ പ്രദേശവാസികളുടെ ഒരു അഭിപ്രായത്തോട് കൂട്ടി പറയാനുള്ളത്. വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് NM നജീബ്, വൈസ് പ്രസിഡന്റ് ഫസീല സജീബ്, വാർഡ് മെമ്പർ ES സുകുമാരൻ, വെറ്ററിനറി ഡോക്ടർ NM മായ, അറ്റൻഡർ വനജ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട്ടിൽ പരിശോധന നടത്തിയത്. താൽക്കാലികമായി അവയ്ക്ക് ഭക്ഷണവും മറ്റും നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഏകദേശം 10 ദിവസത്തോളമായി ഇവിടുത്തെ നായ്ക്കൾക്കും അതുപോലെ തന്നെ കോഴികൾ, അതുപോലെ തന്നെ 8ഓളം ചെറിയ കുട്ടികളടക്കം 8ഓളം പശുക്കളുണ്ട്. അവർക്കൊന്നും കൃത്യമായ ഭക്ഷണം കിട്ടാതെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടുത്തെ അയൽവാസികളായിട്ടുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും കൂടി കുറേശ്ശെ ഭക്ഷണമൊക്കെ കൊടുത്തു. ആ കൊടുത്തപ്പോൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് ചെറിയൊരു എൻക്വയറി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ വാർഡ് മെമ്പർ വളരെ കൃത്യമായി ഇടപെട്ടു, പോലീസുമായി ബന്ധപ്പെട്ടു, അതുപോലെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ അവർക്ക് വീണ്ടും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നറിയില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വെറ്റിനറി ഡോക്ടർ അടക്കം ഹോസ്പിറ്റലിലെ സ്റ്റാഫും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ വന്ന് അതിനെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥിതി തുടർന്നു പോവുകയാണെങ്കിൽ വേറൊരു മാർഗം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. NCV ന്യൂസ് എടപ്പാൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് 28 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ. മാർച്ച് 28 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 10 മണി വരെ. മറൈൻ മിറാക്കിൾസ് എക്സ്പോ, സഫാരി ഗ്രൗണ്ട്, എടപ്പാൾ.